തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ഘടിപ്പിക്കാനും തീരുമാനം. ബിൽ ഇന്നു തന്നെ പാസാക്കുന്നതിനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ലോക്സഭയിൽ ചർച്ച നടന്നേക്കും. കേന്ദ്ര നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളം പ്രതിപക്ഷവുമായി ചേർന്ന് സംയുക്തമായി പ്രതിഷേധിക്കും. PR സുനിലും TV പ്രസാദും തത്സമയം ചേരുന്നുണ്ട്. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, ഇത് ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ട് ഈ ബില്ലിന്. ഇന്ത്യയിൽ തന്നെ തെലുങ്കുദേശം പാർട്ടി ഈ VBG റാംജി ബില്ലിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എങ്കിലും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്നിപ്പോൾ ബില്ലിൽ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കും. 1-2 ബില്ലിൻ്റെ വായനകൾ നടക്കും. അതോടുകൂടി ലോക്സഭ പാസാക്കി അത് രാജ്യസഭയിലും അവതരിപ്പിച്ച് രാജ്യസഭയും പാസാക്കി ഈ സെഷൻ തീരുന്നതിന് മുൻപ് ബില്ല് പാസാക്കിയെടുക്കാനായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. പ്രതിഷേധം കൊണ്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ പ്രതിഷേധം ശക്തമാക്കാനാണ് സംസ്ഥാന സർക്കാരുകൾ, BJP ഇതര സംസ്ഥാന സർക്കാരുകളും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിനകത്ത് ബില്ല് പാസാക്കിയാലും പ്രതിഷേധം ശക്തമാകാൻ സാധ്യതയുണ്ടോ? കർഷക സമരങ്ങൾ പോലെ മുട്ടുമടക്കേണ്ടി വരുമോ? അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നാട് നീങ്ങുമോ? PR സുനിൽ. അരുൺ, ഉറപ്പായും വലിയ പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഈ കാർഷിക പ്രശ്നം പോലെ ഇത് തൊഴിലാളികളെ ബാധിക്കുന്ന, സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന വിഷയമായതിനാൽ വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ നാളുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ എന്നത്. ഏതായാലും ഇന്ന് ബില്ല് പാസ്സാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നത്. ഇന്നലെ ബില്ല് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന് ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബില്ല് എത്തിച്ച ശേഷം അവിടെ വിശദമായ ചർച്ചകൾ നടത്തി അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബില്ല് പിന്നീട് ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന കാര്യം ആലോചിക്കാം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതേസമയം ഈ ബില്ല് ഉടൻ തന്നെ പാസ്സാക്കണം എന്നത് സർക്കാരിന്റെ ഒരു തീരുമാനം തന്നെയാണ്. ഇന്ന് ലോക്സഭയിലെ ലിസ്റ്റ് ഓഫ് ബിസിനസ് നോക്കിയാൽ 27ാമത്തെ ഐറ്റമായി 2 ബില്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു ബില്ല് എന്ന് പറയുന്നത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ച VBG റാംജി ബില്ല് തന്നെയാണ്. അപ്പോൾ ഈ ബില്ല് ഇന്ന് തന്നെ ലോക്സഭയിൽ പാസ്സാക്കാനുള്ള നീക്കം സർക്കാർ നടത്തും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടെ ഈ ആറ്റോമിക് എനർജി ബില്ലാണ് പിന്നീടുള്ളത്, ലോക്സഭയിൽ രണ്ടാമതായി ഉള്ളത്. ആ ബില്ല് ഏതാണ്ട് ചർച്ച ഇന്ന് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി പാസ്സാക്കിയ ശേഷമായിരിക്കും ഈ വികസിത് ഭാരത് ബില്ല് സർക്കാർ ലോക്സഭയിൽ കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് വലിയ ബഹളങ്ങൾക്കിടയിലും ഇനി എന്ത് പ്രതിഷേധമുണ്ടായാലും ആ ബില്ല് പാസ്സാക്കാനുള്ള നീക്കം സർക്കാർ നടത്തും. കാരണം ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ പാർലമെന്റ് സമ്മേളനം. 19-ാം തീയതി സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം മാത്രം അവശേഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ലോക്സഭയിൽ ഈ വികസിത് ഭാരത് ബില്ലിന്മേൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ ലോക്സഭയിൽ ബില്ല് പാസ്സാക്കാം. അതിനുശേഷം രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് രാജ്യസഭയിലും ബില്ല് പാസ്സാക്കിയെടുക്കാം. അങ്ങനെ ഇതൊരു നിയമമാക്കി ഉടൻ തന്നെ മാറ്റാനുള്ള നീക്കത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിയും. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ജനങ്ങളോട്, ദരിദ്ര ജനവിഭാഗങ്ങളോടുള്ള വലിയ അനീതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നീട് അവിടെ നിന്ന് പ്രകടനമായി പുറത്തേക്ക് ഇറങ്ങുകയും പാർലമെന്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ കണ്ടതാണ്. ഇന്നും അത്തരം കാഴ്ചകൾ പാർലമെന്റിൽ ഉണ്ടാകും. ഒരുപക്ഷെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ തന്നെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണകൾ പ്രതീക്ഷിക്കാം. ഇതിനൊപ്പം തന്നെ പാർലമെന്റിനകത്തും വലിയ പ്രതിഷേധ കാഴ്ചകൾ ഉണ്ടാകും. ഏതായാലും ഈ പാർലമെന്റ് സമ്മേളനം സമാപിച്ചാലും ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം, മറ്റ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അങ്ങനെ വലിയ ദേശീയ പ്രക്ഷോഭങ്ങളുടെ നാളുകൾ വരാനിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. ഗാന്ധിയുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിനുള്ളിലും കണ്ടത്. ഇതിപ്പോൾ ചർച്ച നടക്കുന്ന സമയത്തും ശക്തമായ പ്രതിഷേധമുണ്ടാവും. രാജ്യസഭയിൽ കനത്ത പ്രതിഷേധത്തിനാണ് സാധ്യതയുള്ളത്. അപ്പോൾ TV പ്രസാദ് കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV, കേരളം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിയമപരമായി കൂടി ഈ ബില്ലിനെ എങ്ങനെ എതിർക്കാം എന്നുള്ളതാണ് കേരളം ഇപ്പോൾ പരിശോധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒരേ സമയം നിയമപരമായും അതേസമയം രാഷ്ട്രീയമായും ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കാനാണോ കേരളത്തിന് നീക്കം? 22,61,000 തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, ഇടതുപക്ഷമാണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു സമയമാണ്. വീണ്ടും കേന്ദ്ര സർക്കാരുമായൊരു ഏറ്റുമുട്ടലിൻ്റെ പാതയാണോ ഇപ്പോൾ നമ്മൾ തുറക്കുന്നത്? TV പ്രസാദ്.
ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും ആ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം വിവിധ തൊഴിലാളി സംഘടനകളും ആ രീതിയിൽ തന്നെയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ നിയമ ഭേദഗതിയിലൂടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തൊഴിലാളി യൂണിയൻ നേതാക്കളും എല്ലാം പറയുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധിക തൊഴിൽ ദിനങ്ങളാണ്. ഈ അധിക തൊഴിൽ ദിനങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് നെഞ്ചത്തേക്ക് വരികയാണ്. നേരത്തെ അരുൺ 90% കേന്ദ്രവും 10% സംസ്ഥാനവും എന്ന നിലയിലായതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് അത് വലിയ ബാധ്യതയില്ലായിരുന്നു. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ 22 ലക്ഷം പേരാണ് ഇതിൻ്റെ ഭാഗമായി മാറുന്നത്. അത്തരം കുടുംബങ്ങളിലേക്കാണ് ഈ ഒരു പണം വന്നു ചേരുന്നത്. അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോകാനുള്ള ചെറിയൊരു സഹായമായി അത് മാറുന്നുമുണ്ട് പലപ്പോഴും. പക്ഷേ ഈ 90%വും 10% എന്നുള്ളിടത്ത് 60 കേന്ദ്രവും 40 സംസ്ഥാനവും ആകുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലാകും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അധിക തൊഴിൽ ദിനങ്ങൾ നേരത്തെ 6 കോടി ഓരോ വർഷവും ഉള്ള സ്ഥാനത്ത് അത് 10 കോടി വരെ തൊഴിൽ ദിനങ്ങൾ കേരളം കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 4 കോടി തൊഴിൽ ദിനങ്ങളുടെ എണ്ണം പൂർണ്ണമായും സംസ്ഥാനം കൊടുക്കേണ്ടതായി വരും. ഈ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് കടുത്ത പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച വാക്ക് ക്രൂരമായ നടപടി എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് എന്നത് തന്നെയാണ് അരുൺ. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു പി എസ്